നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6:30 ആയപ്പോൾ അയോധ്യയിലെ ഹോട്ടൽ റൂമിൽ നിന്നും ചെക്കൗട്ടായി ഇറങ്ങിയിട്ടുണ്ട്. ടു ഉത്തരാഖണ്ഡിലെ ഖാസർ ദേവി ടെമ്പിളിലാണ് പോകുന്നത്. ഖാസർ ദേവി ടെമ്പിളിന് അടുത്ത് റൂം കുറവാണ്. അവിടെ അൽമോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റി ഉണ്ട്, അവിടെയാണ് റൂമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളൊരു റൂമാണ് എടുത്തിട്ടുള്ളൊരു. അവിടെ നിന്ന് ഒരു 1 hour ഉണ്ട് ഖാസർ ദേവി ടെമ്പിളിലേക്ക്. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമ്മൾ ഈ മൂന്നാർ അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ള സ്ഥലമാണ്. അപ്പം അതനുസരിച്ചിട്ടുള്ളൊരു റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. വലിയ മഞ്ഞോ ഒന്നുമില്ല, ഭയങ്കര ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. 6:30 മണിക്കൊക്കെ ഇവിടെ മൂടിക്കെട്ടി ഭയങ്കരമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ഒന്ന് വീഡിയോ കാണിച്ചു തരാവേ. 6:45 നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇന്ന് മഞ്ഞ ഒന്നും വലിയ രീതിയിൽ തന്നെ ഇല്ല. ഇന്നലെ നമ്മൾ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് അയോധ്യ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല. അമ്പലം ഒന്നും ദർശനം കിട്ടിയെന്നല്ലാണ്ട് അമ്പലം ശരിക്കും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഭയങ്കര, കാരണം നോർത്തിൽ വന്ന് ഇപ്പൊ നമ്മൾ 8 ദിവസമായി, എന്നിട്ടൊന്നും കാണാത്ത, നോർത്തിലേക്ക് കയറിയിട്ടൊന്നും കാണാത്ത, ഒന്ന് വൈപ്പറിട്ടാണ് അല്ല വെറുതെ ഇട്ടാൽ മതിയായിരുന്നു. അപ്പോഴൊന്നും കാണാത്ത ഒരു അത്രയും ക്ലിയർ ആയിട്ട് 6:45 സമയത്ത് നിൽക്കുകയാണ്. പക്ഷെ ഉത്തരാഖണ്ഡിൽ ഭയങ്കര തണുപ്പാണ്. എന്തായാലും നോക്കാം. ഇന്നിപ്പോൾ ഭയങ്കര അതിശയമായിട്ടുണ്ട്. ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ അമ്പലമൊക്കെ ഒന്ന് നേരെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, അതുകൊണ്ടാണോ മഞ്ഞില്ലാത്തതെന്ന് അറിയില്ല. ചെറുതായിട്ട് പൊടിഞ്ഞ് ഗ്ലാസ്സിലൊക്കെ വീഴുന്നുണ്ട്. തറയെല്ലാം നനഞ്ഞു കിടപ്പുണ്ട്. 7:30-8 മണി ആവാറായിട്ടോ. വലിയ മഞ്ഞില്ല, തണുപ്പുണ്ട്. പിന്നെ നമ്മൾ ലക്നൗ വഴിയാണ് പോകുന്നത്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ ലക്നൗ സിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാം. ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ ഋഷികേശ് ഹരിദ്വാർ ഒക്കെ പോവാൻ നിന്നതാണ്. പറഞ്ഞ ചായ ഋഷികേശ് ഹരിദ്വാർ ഒക്കെ പോകാൻ നിന്നതാണ്. അപ്പം നമ്മുടെ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്, നമ്മുടെ ക്യാമറാമാൻ അനി, നമുക്ക് നിഷാന്തിനെയൊക്കെ പരിചയപ്പെടുത്തി തന്ന അനിയാണ് കേട്ടോ. അപ്പം അനി ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അനി ഇറങ്ങി ഋഷികേശ് ഹരിദ്വാറൊക്കെ ഗംഗാരതി ഒരു വാരണാസി പോലെ തന്നെയാണ്. അതിനെക്കാട്ടി ഖാസർ ദേവി ടെമ്പിളിൽ പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ വേറൊരു ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഋഷികേശ് ഹരിദ്വാർ പോവാം. ഇതിപ്പോൾ ഇവിടെ കണ്ടതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അനി പറഞ്ഞു. അങ്ങനെ അനിയുടെ അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ഖാസർ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പല്ല് തേക്കുന്ന നോക്കിയ കമ്പ് വെച്ച് കൊച്ച് ഈ ഒക്കെ പഠിക്കുകയാണ്. അപ്പോൾ അനിയാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ, നമ്മുടെ നിഷാന്തിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. അനി പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ഖാസർ ദേവി ടെമ്പിളിലേക്ക് പോകുന്നത്, ഉത്തരാഖണ്ഡ്. അപ്പോൾ ചായ കുടിക്കാം. പിന്നെ ആരോ ചോദിച്ചു ശ്രീകുട്ടി ഡ്രൈവ് ചെയ്യാത്തതിൻ്റെ മനോജ് ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. മനോജ് ചേട്ടന് ഒരു ക്യാമറയും അവരെന്തോ ചോദിക്കണം, ഒരു ക്യാമറയും ഒരു വണ്ടിയും കൊടുത്ത് വിട്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. ഞാനും ഡ്രൈവ് ചെയ്യാറുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ലോങ് ഒന്നും എനിക്കിഷ്ടമല്ല ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ലോങ് ഡ്രൈവ് ചെയ്യാറില്ല. പിന്നെ തന്നാലും ഓടിക്കും, പക്ഷെ തരത്തില്ല. എത്ര ദൂരം വേണോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അത് ചൂടില്ല അതിന്. അങ്ങോട്ടാണെന്ന് തോന്നുന്നു ചൂട്. आपका नाम क्या है? സൃഷ്ടി. സൃഷ്ടി. അപ്പൂപ്പനെ ഹിന്ദിയിൽ എന്തോന്ന് പറയും? നാനാ. താത്ത തമിഴ്. തണ്ട ആയതുകൊണ്ട് സ്കൂളില്ലാന്ന് 2 ദിവസത്തേക്ക്. തണ്ടേ ഹേ ചുട്ടി ഇന്ന് സ്കൂള്. ബഹുത്ത് തണ്ട തണ്ട എന്നല്ലേ പറഞ്ഞത്? തണ്ട ആയോണ്ട് 2 ദിവസം ഇല്ലെന്നാണ് പറയുന്നിട്ട് ഞാൻ കേട്ടത്. ഇവിടെ തന്നെയാണ് അവർ കിടക്കുന്നതും അവരെ വീടും എല്ലാം. കേരള. ഹിന്ദി നൈ മാലൂം. അവരെന്തോ പറയണേ. തിളപ്പിച്ച് കുറെ സമയം എടുത്ത്. എന്ത് സംഭവിച്ചാലും അവര് നമ്മൾ വന്നിട്ട് പതിയെ ചായ ഇട്ട് തരുള്ളൂ. കുറച്ച് തേയിലപ്പൊടി ഇട്ടല്ലേ, നല്ല കടുപ്പമുണ്ട്. ഇവിടെ ഒന്ന് തേയില വാങ്ങിച്ചോണ്ട് പോകണം. ഏത് തേയില എന്തോ
കപ്പ് ചൂട് കുടിക്കാൻ പറ്റില്ല. എത്ര തണുപ്പെങ്കിലും വായിക്കാത്തോട്ട് വയ്ക്കുമ്പോൾ ചൂടാണ്. വേദ കിടന്ന് ഉറങ്ങണം കേട്ടോ, എണീറ്റില്ല. എണീറ്റെന്ന് തോന്നണ. മറ്റേ ഗ്ലാസ്സിൽ ചൂട് കൈ തട്ടൂല, മറ്റേ മൺ ഗ്ലാസ്സിലേ. സുഖമല്ലേ അത്. മറ്റേതാണെങ്കിൽ ചൂടറിയൂല. ചായ കൊള്ളൂല. മധുരവും. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൗ സിറ്റി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സിറ്റി ആട്ടോ. ഇപ്പോൾ 8 മണി ആയിട്ടുള്ളതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. നിറയെ കടകളും, നല്ല വലിയൊരു സിറ്റി. നമ്മുടെ ട്രിവാൻഡ്രത്തിനെക്കാട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളിങ്ങനെ വന്നു. എന്തായാലും ടെക്സ്റ്റിലും ഒക്കെ പഠിച്ചിട്ടുള്ള ലക്നൗ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ 40 സ്പീഡ് ലിമിറ്റൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും തിരക്കുള്ളൊരു സിറ്റിയാണ്. വലിയൊരു സിറ്റി ആട്ടോ. നിറയെ കടകളും കാര്യങ്ങളും, ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് സ്റ്റോറുകളും ഒക്കെ ആയിട്ട് നിറയെ കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വലിയൊരു സിറ്റി. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായാലയം, ഐ തിങ്ക് ന്യായാലയം എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഹൈക്കോർട്ടായിരിക്കും. ലക്നൗ ഹൈക്കോർട്ടാട്ടോ. ഹൈക്കോർട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ലക്നൗ ഹൈക്കോർട്ട്. യെസ്. നോക്കി, ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബൈക്കിലൊക്കെ പോകുമ്പോൾ സ്കിഡായി ചിലർ താഴെ വീഴാറുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ലുലുവിലേക്ക് പോകുമ്പോൾ മിക്കവാറും അങ്ങനെ ഒരു അപകടം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു രക്ഷയാണ്. അത് 2 സൈഡും ഫുൾ കവർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി പറന്നു പോയാലേ താഴെ വീഴത്തുള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ആ ലുലുവിലേക്ക് പോകുന്ന ഒരു ഫ്ലൈ ഓവർ ഇല്ലേ, അവിടെ നിന്ന് ഒരുപാട് അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇതാണ് ലക്നൗ സിറ്റി. ലക്നൗ സിറ്റിയുടെ ഭംഗി, മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഭംഗി. ഒരു ഡൽഹിയിൽ വന്ന ഫീലുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ലക്നൗവിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ 8 മണി ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. നമുക്കും വിശപ്പില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. അത് ലക്നൗ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു വലിയ മാർക്കറ്റ്, പൊട്ടാറ്റോ, കോളിഫ്ലവർ, റാഡിഷ് ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലമാവും. കടക്കാർ വന്ന് എടുത്തിട്ട് പോകട്ടെ. എല്ലാം ഉണ്ട്. വലിയ മാർക്കറ്റ്. നമ്മുടെ ചാല മാർക്കറ്റ് പോലെയല്ല, എടപ്പഴിങ്ങിൻ്റെ ഫിഷ് മാർക്കറ്റ് പോലെ വെജിറ്റബിൾ മാർക്കറ്റ് കേട്ടോ. വെജിറ്റബിൾ ആണ് കൂടുതലും. എല്ലാം ഉണ്ടേ. കൊള്ളാമല്ലോ. വലിയ മാർക്കറ്റ്. പൊട്ടാറ്റോ തന്നെ കൂടുതൽ, ചാക്ക് കണക്കിനത്. ഇതെല്ലാം പൊട്ടാറ്റോസ് ആണ്. പൊട്ടാറ്റോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. ഇവിടെ ദോശ പോയിന്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന. ദോശ ഉണ്ടോ എന്തോ. തണുപ്പായതുകൊണ്ട് ദോശമാവ് പുളിക്കാതെ. നമ്മുടെ ജയ്പൂർ അവിടെ പോയിട്ട് ദോശ വാങ്ങിച്ച് കഴിച്ചു. പുളിക്കാത്ത മാവിലെ ദോശ ഇങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ബണ്ണിൻ്റെ ഒരു സാധനം പറഞ്ഞു. പക്കോട ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളി പക്കോട പറഞ്ഞു. ബട്ടറും കൊടുത്ത് അയച്ചു. അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒണിയൻ പക്കോട പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒണിയൻ പക്കോട നല്ല ടേസ്റ്റ് ആട്ടോ. കൊള്ളാമെന്ന് നോക്കട്ടെ. ഇതിൽ മറ്റേ ഈ ബണ്ണാണ്, ഫ്രൂട്ട് ബൺ. ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല. ജാം വേണോ? നമ്മൾ ഇരിപ്പുണ്ട്. ആണോ? ഓടിച്ചിട്ടില്ല. ജാം വെക്കട്ടെ ഏട്ടന്. ഇതിൽ നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ജാം കൂടെ വയ്ക്കാന്ന്. എനിക്ക് വേണ്ട ജാമൊന്ന്. ഞാൻ 2 ബണ്ണ് മതി, എനിക്ക് വേണ്ടെന്ന് എഴുതിയാണ്. അപ്പോൾ നല്ല ബട്ടറൊക്കെ വയ്ക്കുമ്പോൾ തോന്നി. അങ്ങനെയാണ് 3 എണ്ണം പറഞ്ഞത്. അപ്പോൾ ബട്ടർക്ക് ഒരു വേദയ്ക്ക് ന്യൂട്ടല്ല. പറ്റല്ലേ? ചേച്ചി തരാം. പക്കോട പാനി വേണോ? മുരുമുര ആയില്ല.
ചട്നി കേട്ടോ. എത്രയോ വർഷം പഴക്കം ചെന്ന് എണ്ണയിലിട്ട് വറുത്തണമെന്ന് തിന്നുമ്പോൾ ടേസ്റ്റിൽ അറിയാൻ പറ്റണം. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. വേറൊന്നുമില്ല. ജാമും ന്യൂട്ടല്ല ഉള്ളതുകൊണ്ട് ആ ബണ്ണിൽ അവന്മാർ ബട്ടറൊന്നും കുറച്ചേ തേച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കഴിക്കുമ്പോൾ വെറും ബണ്ണ് പോലെ തോന്നും. ഇതൊക്കെ എടുത്ത് വെച്ച് എന്താ നന്നായില്ലേ. ബ്രെഡ് അന്നത്തത് ഇരിക്കുകയാണ്. ഇന്നൊന്നും കിട്ടിയില്ലെങ്കിൽ അത് കഴിക്കാമെന്ന് പറയാണ് വന്നത്. അപ്പോഴാണ് ഇതിൻ്റെ കട കണ്ടത്. കടുക് തോട്ടവും എല്ലാം കഴിഞ്ഞിട്ടത് നമ്മൾ കരിമ്പിൻ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കരിമ്പ് കൃഷിയാണെന്ന് തോന്നുന്നു. കുറച്ച് അവിടെ നിന്ന് കരിമ്പ് കൃഷി കണ്ടു. ഇവിടെയാണ് നിർത്താൻ പറ്റിയത്. ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. വേലയെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും അതെ. നല്ല ഗ്രാമങ്ങളിലെ കരിമ്പ് കൃഷി. നമ്മൾ മധുരയിൽ പോയപ്പോൾ നിറയെ കരിമ്പ് കൃഷിയും അതിൻ്റെ കരിമ്പ് ഫാക്ടറി, കരിമ്പൊക്കെ നമ്മൾ രാവിലെ വരുമ്പോൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടൊക്കെ നിൽക്കണം, ഫാക്ടറിയിൽ കത്തിച്ചുകൊണ്ട് നിൽക്കണതൊക്കെ കാണാവേ. ഷുഗർ മെൽറ്റായി വരുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാം. കരിമ്പിൻ്റെ ശർക്കരയൊക്കെ റോഡ് സൈഡിൽ നിറയെ മധുര റൂട്ടിലുണ്ടായിരുന്നു. ഈ റൂട്ടിൽ കരിമ്പിൻ്റെ ഒന്നും കണ്ടില്ല. ഇപ്പോഴാണ് കരിമ്പിൻ്റെ കണ്ടത്. നമ്മൾ ഉത്തരാഖണ്ഡ് കയറാറായി കേട്ടോ. UP കഴിയാറായി. ഒരു മാമൻ നിന്ന് കരിമ്പ് കടിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചാൽ തരുമെന്തോ. മങ്കീസ് കൊണ്ടുപോകും. ഇവിടെയൊക്കെ നിറയെ മങ്കിയുണ്ട്. മങ്കീസൊക്കെ വന്ന് കൊണ്ടുപോകും. അതായിരിക്കും അവർ വേലിയെല്ലാം കെട്ടി തിരിച്ച്. ആൾക്കാരും കയറുമായിരിക്കും. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും കരിമ്പ്. ഇതൊരു നടപ്പാതയൊക്കെ ഉണ്ട് ആ കരിമ്പ് തോട്ടത്തിലേക്ക് പോകുന്നത്. ഇനി ഉള്ളിലോട്ട് ഗ്രാമം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. മാമൻ കരിമ്പ് തിന്നണം. മാമനല്ല, ഏതൊരു ചേട്ടനായിരുന്നു. രണ്ട് സൈഡിൽ ഇത് കൃഷി കഴിഞ്ഞ് ഇട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. വിളവെടുപ്പെടുത്ത് കഴിഞ്ഞിട്ട് ഇട്ടേക്കണയാണ്. ചോദിച്ചാൽ തരുമെന്തോ ഒരു കരിമ്പ്. അയാൾ മോഷ്ടിച്ചോണ്ട് പോണേണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓണറല്ല. ഓടിക്കാൻ പറ്റൂല. ഒരുപാടങ്ങ് പോണ്ട. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. കാറ് റോഡിൽ കിടക്കുന്നത് അതിനകത്ത് ഇരിക്കണു. ഇപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ട്. മല്ലിയാണ്. മല്ലിയൊന്നല്ല, വേറെ എന്താ. വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കേട്ടോ. ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയാണ് നേരത്തെ അയാൾ. അവിടെ കൊണ്ടുവച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എടുത്താലേ ഭയങ്കര ബലം, നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റൂല. അപ്പുറം സൈഡിൽ ഇതുപോലെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ട്. ആൾക്കാരൊക്കെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു നമ്മളെ വരുന്ന വഴിക്ക്. ഇതേ കണ്ടോ, കരിമ്പ് വെട്ടി ട്രാക്ടറിലാക്കി കൊണ്ടുപോവാണ്. അതിന് ഫാക്ടറിയിൽ കൊണ്ടുപോയി ഉരുക്കി പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുക്കും. ഒരു വേലി കെട്ടണം കണ്ടോ. ഇതുപോലെ നമ്മൾ ഇതുകൊണ്ട് അവിടെ പണിക്കാർ നിന്ന് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മളെപ്പോലുള്ളവർ വന്നിറങ്ങി അങ്ങോട്ട് നിർത്തിയാൽ ചിലപ്പോൾ ഒരു കരിമ്പുണ്ടാക്കി തരും. ഒരു ഓടിച്ച് വിടുമെന്തോ നമ്മളാ. ഇതൊക്കെ വെട്ടി മാറ്റിയൊക്കെയാണേ. തട്ടി വീഴരുത്. എൻ്റെ കമ്പ് ഇപ്പോൾ ഉണ്ട്. വെട്ടി മാറ്റിയതിൻ്റെ അവർ നോക്കി അതിശയത്തോടെ നോക്കിയാണ്. കേരളന്ന് വന്നേണെന്ന് പറ. നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാനാണെന്ന് പറ. വേദ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു മനസ്സമാധാനത്തൊന്നും നിൽക്കാനും കൊച്ചിനെ വിളിച്ചിട്ട് വന്നില്ല. കൊള്ളാം കേട്ടോ. ഇവർക്കെല്ലാം തമാശ, ചിരിക്കുന്നു. നമ്മൾ വന്നിങ്ങനെ വെട്ടിയൊക്കെ എടുക്കുന്ന വീഡിയോ എടുക്കണതുകൊണ്ട് ഒരു കമ്പ് വെച്ചിട്ട് അമ്മമാർ തരണില്ല. വേദം അവിടെ ഇരിക്കണമുണ്ട്. നമുക്കധികം സമയം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അമ്മമാരൊരു കമ്പ് വെച്ചുമ്പോൾ അമ്മമാർ തരൂല എന്ന്. അമ്മമാർക്ക് കണക്കുണ്ടെന്നോ എന്തോ അമ്മമാർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മമാർ തിന്ന് ചവച്ച് തുപ്പിയിട്ടൊക്കെയാണേ. നമ്മളൊരു കമ്പ് വെച്ച് പോകാൻ തരാൻ വയ്യ. അതുകൊണ്ടല്ല, നമുക്കവിടെ കിട്ടുന്ന സാധനമാണെങ്കിലും കണ്ടപ്പോൾ ഒരു കൂടി. ഓക്കെ, അപ്പം കരിമ്പ് കൃഷി വിളവെടുപ്പ് നമ്മൾ കണ്ടേ. അവർക്ക് എണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ വെട്ടി വെക്കണതിൽ. അതുകൊണ്ടാണ് അവർ തരാത്തത്. നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ സാറന്മാർ അവരെ വഴക്കുറയൂലേ. അയ്യോ, വേലി അടച്ചാ വേഗം ഇറങ്ങും. അമ്മരത് കെട്ടി അടയ്ക്കണം. അവിടെ ആ സൈഡിൽ കൃഷി കഴിഞ്ഞിട്ട് ദേ ഇട്ടിരിക്കണ കേട്ടോ. വെറും തരിശ് ഭൂമിയായിട്ട് കിടക്കുകയാണ്. मालूम एक छोटा पीस भर लिया जाएगा। कार में स्पेस नहीं है। उत्तराखंड जाएंगे।
उत्तराखंड भी नहीं मिलेगा, कोई दिक्कत नहीं, इसमें कोई दिक्कत एक छोटा पीस नहीं। मेरा नाम अवनीश। अवनीश थैंक यू। ये उत्तर प्रदेश या हाँ हाँ ए भाई आपका नाम क्या है हैं दो नाम दो स्कूल नहीं स्कूल नहीं बस बस थैंक यू भैया। छोटा छोटा इतना छोटा छोटा का ओके ओके बस बस नहीं, सब रख लो, खा लेना वहाँ पे। ഓക്കെ ഓക്കെ അതിന് അങ്ങനെ തന്നെ കൊണ്ടുപോവാൻ आपको यहाँ से प्योर मिलेगा। मूनार മൂന്നാർ में शुगर केन बस 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 गाड़ी का थैंक यू भैया। थैंक यू सो मच इतना छोटा फील दो ना, पर काटते ही ठीक है, छोटो करेगा। പാവ ആദ്യം തരൂല എന്ന് പറഞ്ഞെങ്കിലും കൊണ്ടുവന്ന് തന്നു കേട്ടോ വേണ്ട എനിക്ക് परसों वीडियो बनेगा आपका भी ये वीडियो। ഓ പല്ല് പോയി घर पे 400 चीनी थी, ആ പല്ല് പോയി खाने की आदत नहीं होगी। എന്നിട്ടോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പാവം ആദ്യം തരൂല എന്ന് എന്തോ ഒരു പറഞ്ഞിട്ട് തന്നു ഇവിടെ ഇവിടെ थैंक यू भैया। बस 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 अरे रख दे उसे, खा लेना, क्या दिक्कत है, खराब नहीं होगा, वेस्ट नहीं जाएगा, टेंशन लो। ഭയങ്കര സ്വീറ്റ് ഭയങ്കര ജ്യൂസി നമ്മളെ മൂന്നാറിൽ നിന്ന് കിട്ടും പോലെ അല്ല കേട്ടോ അടിപൊളി സാധനം ये कर दो। बस बस ओके നമുക്ക് പോണവർക്ക് എടുത്ത് കളയാം ഒരു വയ്ക്കട്ടെ നമ്മട്ട് വിടൂരെന്നേനോ വല്ല കാര്യം ഉണ്ടാകുന്ന പാവട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവിടെ ഫുൾ കരിമ്പിൻ്റെ പരിപാടിയാട്ടോ അതെ ഫാക്ടറിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിറച്ച് അവരുടെ ഫാക്ടറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്ത് നിന്നാൽ സമയം പോകും നമുക്ക് അവിടെ എത്താൻ പറ്റില്ല സമയത്ത് കടുക് പാടവും കരിമ്പിൻ തോട്ടവും നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട് ഇപ്പോൾ സമയം 11 മണിയാണേ ഇപ്പം അതേ മഞ്ഞ് ഈ സൈഡിൽ മഞ്ഞ് നമ്മളവിടെ നാട്ടിൽ മഴ പെയ്യും പോലെയാണ് ഓരോ സ്ഥലം നോക്കിയാണ് മഞ്ഞ് വരുന്നത് ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് നമ്മൾ കരിമ്പൊക്കെ കഴിക്കാൻ ഇറങ്ങിയെടുത്ത് വലിയ തണുപ്പുണ്ടായിരുന്നില്ലേ ഇവിടെ മഞ്ഞുണ്ട് അപ്പോൾ തണുപ്പ് കാണും നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇങ്ങോട്ട് രാവിലെ പോലും ഇത്രയും മഞ്ഞുണ്ടായിരുന്നില്ലേ 11 മണിയായപ്പോൾ നല്ല മഞ്ഞ് ഇന്നലെ അയോധ്യയിൽ ഇതുപോലെ ആയിരുന്നു സമയം ആയി വരും തോറും മഞ്ഞ് കൂടി കൂടി വരുമായിരുന്നു ഇത് കുറച്ച് ദൂരം നമ്മളിങ്ങനെ വന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു 250 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മളിങ്ങനെ വന്നു അപ്പോൾ അടുത്ത സ്റ്റേറ്റ് കയറുന്നതിൻ്റെ മഞ്ഞാണോ എന്നറിയില്ല നല്ല മഞ്ഞുണ്ട് നല്ല മഞ്ഞ് ഭയങ്കര മഞ്ഞ് കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ കാറുകളും ലോറിയൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതൊന്നും എല്ലാം തൊട്ടടുത്ത് വന്ന ശേഷം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അത്രയ്ക്ക് ഭീകര ആയിട്ട് മൂടിക്കിടക്കുകയാണ് രാവിലെ ഒട്ടും ഉണ്ടായിരുന്നില്ല അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ ഈ റോഡ് കയറിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് കുതിരവണ്ടി അതിലിങ്ങനെ ആൾക്കാർ നിന്നാണ് ഓടിക്കുന്നത് അപ്പോൾ ഒരു 3 എണ്ണം പാസ് ചെയ്ത് പോയി അടുപ്പിച്ച് അപ്പോഴും ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും അടുത്തത് വീണ്ടും പോകുന്നു ഇനിയും കാണാം പോകുന്ന വഴിക്കെല്ലാം ഉണ്ടായിരുന്നു നിറയെ ഗൈസ് സൂര്യൻ വന്നു കുറേ ദിവസത്തിന് ശേഷം സൂര്യനെ കണ്ടു മഞ്ഞ് പുക പോലെ നിൽപ്പുണ്ടെങ്കിലും സൂര്യൻ വന്നു കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് വീണ്ടും മഞ്ഞായി കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ മഴ വന്നിട്ട് നമ്മൾ വെയിൽ നോക്കിയിരിക്കും പോലെയാണ് ഞാനിപ്പോൾ സൂര്യനെ നോക്കിയിരിക്കുന്നത് വീണ്ടും ഭയങ്കരമായിട്ട് മഞ്ഞായി കണ്ടോ കുതിരവണ്ടി ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ അതോ വരണം വേറെ കണ്ട ഇവിടെ കുതിരവണ്ടിയിലാണ് ആൾക്കാർ സവാരി ചെയ്യുന്നതും സാധാരണ നമ്മളെ കാളവണ്ടി പോലെ ഇവിടെ കുതിരവണ്ടി നമ്മളിവിടെ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നല്ല വിശക്കണം രാവിലെ ഒന്നും കഴിച്ചില്ല നമ്മളെ വണ്ടി കിടക്കുന്ന കോലമാണെങ്കിൽ പാവം ദയനീയം കേട്ടോ പൊടിയൊക്കെ അടിച്ച് ഒരു ദാബയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ എന്തൊക്കെ കഴിക്കാനുണ്ടോ റൊട്ടി തന്നെയല്ല അത് പ്രത്യേകിച്ചൊന്നും കാണില്ല ദോ ബട്ടർ റൊട്ടി ഏട്ടന് ബട്ടർ റൊട്ടി വേണോ സാധനം അപ്പോൾ എത്ര 4 ഏട്ടൻ 4 बटर रोटी 1 पनीर पराठा 4 बटर रोटी 1 आलू मटर ഹിന്ദിയൊക്കെ പറഞ്ഞു ഇത് ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ ഹിന്ദി സംസാരിക്കുന്നു തണുപ്പായതുകൊണ്ട് തന്നെ ചായക്ക് പറഞ്ഞു കേട്ടോ
ഉച്ചയ്ക്ക് ചായ കുടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉച്ചയും പകലൊന്നുമില്ല. എനിക്ക് തണുക്കണം, നിങ്ങൾക്ക് ആർക്കും തണുക്കണില്ലായിരിക്കും, എനിക്ക് തണുക്കണം. അതുകൊണ്ട് ഒരെണ്ണം തൊപ്പി പോലും വെക്കാതിരിക്കണേ. എന്തായാലും ഫുഡ് വരാൻ താമസിക്കാം. അപ്പോൾ പിന്നെ ചായ കുടിച്ചോണ്ടിരിക്കാന്നിരിക്കും, തിന്നാനായിരിക്കും. മിർച്ചി അതും തണുപ്പോടെ. മട്ടർ ആലു പറഞ്ഞ്, ഞാനൊരു പനീർ പറാത്ത പറഞ്ഞ്, വേദയും അച്ഛനും കൂടി റൊട്ടി പറഞ്ഞു. ഈ 4 റൊട്ടി നിങ്ങൾക്ക് തികയോ? ഉമ്മർക്ക് തിന്നണ കാര്യത്തിൽ മാത്രം ഭയങ്കര വൃത്തിയാണ്, കയ്യിലൊന്നും ആവാതെ തിന്നും. ബട്ടർ എന്താ ബട്ടർ റൊട്ടി. കറി ഉണ്ട് എനിക്ക്, നല്ലതായിരിക്കും, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആക്ച്വലി എൻ്റെ പനീർ പറാത്തയ്ക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും കറി ക്വാണ്ടിറ്റി കുറവ്. അകത്ത് പനീർ, എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണേ. ഇതിലാവുമാർ ഉലുവയില എന്താ ഇട്ടിട്ട് കഴിച്ചു നോക്കും, ടേസ്റ്റ് നോക്കും. അകത്തല്ലേ ഇരിക്കണത്, ഉലുവയിലായിരുന്നു ടേസ്റ്റ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അച്ചാറായിരിക്കും. കേരള 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 वीडियो यूट्यूब केरला में। अच्छा ये हमारे इधर होटल का डाल देना। ഇത് കറികളാ. अच्छा കറി കൊള്ളാം. ഞാൻ റൊട്ടി വാങ്ങിച്ചാൽ മതിയായിരുന്നു. വേണ്ട, ഏട്ടൻ കഴിക്കുമോ അത്? ठीक है रोटी तो अच्छा है, रोटी सब्जी अच्छा है। इसमें अचार होगा, अचार उसमें डिब्बी में अचार है, ये चटनी है, ചില്ലി മിർച്ചി हाँ मिर्च हरी धनिया की चटनी है और ये सर अचार है। അച്ചാറും ഇതൊക്കെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇവിടുത്തെ മിർച്ചി ഇഷ്ടമാണ്. ട്രെയിൻ പോണോക്ക് ഞാൻ കാര്യം കാണിച്ചു തരാമേ. യെസ്, റോസാപ്പൂ നിൽക്കണം. നോക്കിയേ, നല്ല ഭംഗിക്ക്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഭംഗിക്ക് കിട്ടില്ല. ഇത് പ്ലാസ്റ്റിക്കിൽ നമ്മൾ ചെയ്ത പോലെ ഉണ്ടല്ലേ, പക്ഷെ ഇത് ഒറിജിനലാണ്. മുട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിലെ പൂ വാങ്ങിക്കും പോലെ ഉണ്ട്, നല്ല ഭംഗിക്ക് നിൽക്കണം. ക്ലൈമറ്റിൻ്റെ കേട്ടോ അതിങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അവിടെയൊക്കെ നിറയെ വലിയ ജമന്തിയും ഒക്കെ ഇങ്ങനെ വലുതായിട്ട് പ്ലാസ്റ്റിക് പൂ പോലെ നിൽക്കണം കേട്ടോ. ക്ലൈമറ്റിൻ്റെ ആണ്. കുഴപ്പമില്ലായിരുന്നു കൂട്ടോ, അത്ര വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഉത്തരാഖണ്ഡ് കയറിയിട്ടുണ്ട്. ഇവിടെ വെയിലാണ് കേട്ടോ. ഇത്രയും സമയവും ഉത്തർപ്രദേശിലായിരുന്നു. 2 മണിവരെ നമ്മൾ ഉത്തർപ്രദേശിലായിരുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡ് കയറിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. നല്ല വെയിലല്ല എങ്കിലും മറ്റ് അപ്പുറ സൈഡിൽ നിന്ന് അപേക്ഷിച്ച് ഇപ്പുറ സൈഡ് വെയിലുണ്ട് കേട്ടോ. എൻ്റെ ഭംഗി ഇതാട്ടോ, നിറയെ നെൽപ്പാടങ്ങളും വേറെ എന്തോ ഒരു കൃഷിയും കണ്ടു. ഒരു ടൈപ്പിലത് ഒരെണ്ണം മരവും കൂടി ഉണ്ട് കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഗ്രാമമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം വഴിയാണേ. നമ്മൾ ഉത്തരാഖണ്ഡിൽ കൂടെ പോവാണ്. ഇതൊരു ചെക്ക് പോസ്റ്റ് ആട്ടോ അവരുടെ. അവിടെ എന്താണ് സംഭവം അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നദി എന്തോ വറ്റിക്കിടക്കുകയാണോ? അവിടെയൊക്കെ ഇടിച്ചിട്ടേക്കുന്നത് അതെ കടലാ. കടല് വറ്റിക്കിടക്കണം. ഇപ്പം വെള്ളം വരാണ്ട് സമയമല്ലേ? നമുക്ക് നദി വറ്റിക്കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഗൈസ്, നോർത്ത് ഇന്ത്യ ആണെന്ന് പറയൂല. നല്ല വെയില് നോക്കി. ഇത്രയും സമയം മൂടൽമഞ്ഞിനകത്തുകൂടെ വന്നുകൊണ്ടിരുന്ന നമ്മള് ഉത്തരാഖണ്ഡ് ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ് കേട്ടോ. നല്ല വെയില്, പക്ഷെ പുറത്ത് തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇത് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു.
സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല രസമുള്ള, നമ്മളിപ്പോൾ ഈ ഹൈ റേഞ്ച് ഒക്കെ കയറാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ കാണും ഒരു സത്യം പറഞ്ഞാൽ നോർത്തിലെ ഫീൽ അല്ല കേട്ടോ. വെയിലൂടെ വന്നപ്പോൾ ശരിക്കും അല്ലേ നമ്മളെ നാട് പോലെ തോന്നണം. ആ പൊന്മുടി മൂന്നാർ അങ്ങോട്ടൊക്കെ കല്ലാറൊക്കെ പോകും പോലെ. വെയിലൂടെ ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം, കുറച്ച് വൃത്തിയും തോന്നിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര പൊല്യൂഷൻ, ഈ പൊടി, ഭയങ്കര പൊടി. നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി. ഇതാ കുതിരയൊക്കെ നിൽക്കുന്നു. ഒരു സൈഡിൽ വയലും കൃഷിയും ഒരു തരം മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അങ്ങോട്ട് നല്ല മഞ്ഞാന്ന് തോന്നുന്നു. എന്തായാലും ഇത് കൊള്ളാം, അടിപൊളി. അല്ലെങ്കിലും ഈ റൂട്ട് നല്ല രസമുണ്ട്. നല്ല ഒരു ഗ്രാമത്തിലൂടെ, നമ്മുടെ നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോണ ഫീല്. നമ്മുടെ കാറിൻ്റെ ഭംഗി ഇതൊക്കെ ഉണ്ടോ, ഇത്രയും ചെളി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വണ്ടി പൊടി അടിച്ചിട്ട്. ആ 2 ദിവസം അയോധ്യയിൽ ആ റോഡ് സൈഡിലാണ് കിടന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് അടിപൊളി. സൂര്യനും നമ്മളവിടെ വറ്റി വരേണ്ട കണ്ട നദിയില്ലേ, ആ നദിയുടെ ബാക്കിയാട്ടോ. ഇത്രയും നദികൾ വറ്റി വരല്ലോ, എനിക്കറിയില്ല. നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഹൈ റേഞ്ച് പോലത്തെ സ്ഥലമാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ചുരം കയറാൻ പോവുകയാണ്. ഈ കയറുന്ന ഒരു 73 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് നമ്മൾ റിസോർട്ട് എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വെറും മലകളും കുന്നും ഒക്കെ ആയിരിക്കും നമ്മുടെ അങ്ങോട്ട് പോലെ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത് നമ്മൾ എടുക്കുന്ന അൽമോറയിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോവേണ്ടത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള, അതായത് നമ്മൾ വയനാട് ചുരം കയറുന്നതിന് മുന്നേ താഴത്തെ സ്ഥലമില്ലേ, അതുപോലെ ഒരു താഴത്തെ സ്ഥലമാണ്. ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഒരു ബ്രിഡ്ജ്, അങ്ങോട്ട് പോകാനും ഒരു ബ്രിഡ്ജ്, ഇങ്ങോട്ട് വരാനും ഒരു ബ്രിഡ്ജ് കേട്ടോ. എന്തോ പുരാതനമായൊരു ബ്രിഡ്ജാണ്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാവാം. എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഇതാണ് നമ്മൾ ഉത്തരാഖണ്ഡിലൊക്കെ മണ്ണിടിഞ്ഞ് വീണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കാണില്ലേ, ഇത് കണ്ടോ, ഇതെല്ലാം മണ്ണിടിഞ്ഞ് മഴ സമയത്ത് ഇതുവഴി വന്നാൽ ഇത്രയും ഡേഞ്ചറാണ്. ഇത് കണ്ടോ, ആ നദിക്കകത്ത് ഇതെല്ലാം വീണ് കിടക്കാണ്. ഇതെല്ലാം എന്താ റോഡിലോട്ട് ഇടിഞ്ഞ് വീണതാണ്. ഇതവർ മാറ്റാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. മഴ പെയ്യുമ്പം തീർന്നു, ഇതുവഴിയൊന്നും വരരുത് കേട്ടോ. മഴ പെയ്യുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കോണും ചുട്ടുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ഒരു മന്ദിരം കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ മന്ദിരമൊക്കെ നമുക്ക് നിറയെ കാണാൻ പറ്റും. കാസർ ദേവി ടെമ്പിൾ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അവിടുത്തെ പ്രത്യേകത അറിയാൻ പറ്റും. എന്തായാലും നാളത്തെ വീഡിയോയിൽ അവിടെ ചെന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സമയം ഇപ്പം 4 മണിയായേ, മഞ്ഞുമില്ല, ഒന്നുമില്ല. നമ്മൾ ഹൈ റേഞ്ച് കയറിയിട്ട് പോലും മഞ്ഞുമില്ല, ഒരു കുന്തവും ഇല്ല. എന്തായാലും കൊള്ളാം കേട്ടോ. അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴേ ഒരു 7 മണിയുടെ ഫീലൊക്കെ ആയിട്ട് ഫുൾ മഞ്ഞൊക്കെ വന്ന് കവറായി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഏട്ടൻ ഇന്ന് രാവിലെ ഇറങ്ങണം. മഞ്ഞായാൽ പിന്നെ ഭയങ്കര, നമുക്ക് ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രാവിലെ ഇറങ്ങണേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 6:30 ഇറങ്ങിയത്. പക്ഷെ അത്ര അതിശയമുള്ള കാര്യം തന്നെ. എന്തായാലും 6 മണിക്കാണ് നമുക്ക് അവിടെ എത്തുന്ന ലൊക്കേഷൻ ടൈം കാണിക്കുന്നത്. അങ്ങ് മുകളിൽ കൂടെ വണ്ടികൾ കയറി പോവാണ് കേട്ടോ. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി അങ്ങ് കയറി പോകണം. 60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി നോക്കിയ വ്യൂ നോക്കിയ എന്താ അടിപൊളിയാണെന്ന് നോക്കിയേ. എൻ്റെ അമ്മേ, സൂപ്പർ കേട്ടോ, അടിപൊളി. ഇനി അവിടെ ചെന്നിട്ടേ അറിയാവോ എങ്ങനെയാണ്. റിസോർട്ടൊക്കെ നമ്മളൊരു അടിപൊളി റിസോർട്ടാണ്. ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇനി അഗോഡ വഴി ഒരു പരിപാടിയില്ല. അഗോഡയിൽ നോക്കിയിട്ട് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. നമ്പർ എടുത്തിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് റൂം ബുക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ അയോധ്യയിലെടുത്ത റൂം വളരെ മോശമായിരുന്നു. റൂം കൊള്ളാം, അവരുടെ സർവീസൊക്കെ വളരെ മോശം. 3500 രൂപയ്ക്ക് ആ റൂമിൽ എന്താ ഉള്ളത് നോക്കിയാൽ. സൂര്യൻ വന്ന് എൻ്റെ മുഖത്ത് നിൽക്കുന്നത്, അത്രയ്ക്ക് സൂര്യൻ കേട്ടോ. ക്ലൈമറ്റ് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി മുകളിൽ വലിയ പ്രശ്നമില്ലാണ്ട് കയറാൻ പറ്റും. മഞ്ഞൂടെ ആയിരുന്നെങ്കിലേ അത്രയും വളവ് തിരിവ് മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ്. പക്ഷേ വെയിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ അടിപൊളി റിസോർട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചത്ത് കാണുമ്പോൾ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അവിടെയൊക്കെ കുറേ വീടുകളും റിസോർട്ടുകളാണോ എന്താണെന്ന് അറിയില്ല. നിറയെ ബിൽഡിങ്ങൊക്കെ കാണാവേ. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെങ്ങനെ മുകളിൽ കയറി വന്നപ്പോഴേക്കും ഈ ബിൽഡിങ്ങുകളാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇതെല്ലാം റിസോർട്ടുകളാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഹോട്ടൽസും ഉണ്ട്, ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി 55 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഓറഞ്ച് നിൽക്കണം, കാണിച്ചു തരാവേ. ഓറഞ്ചാണ് ഇത്, ഓറഞ്ച് വേണ്ട, കുഞ്ഞ് ഓറഞ്ച്, വലിയ സൈസല്ല, കുഞ്ഞ് ഓറഞ്ച്. മുകളിൽ നിൽക്കുന്ന നോക്ക്, നോക്കടാ, ആ നാരങ്ങയാണെന്ന് തോന്നുന്നു. അല്ല, ഓറഞ്ച് തന്നെ നിറയെ നിൽക്കണത്, അവിടെയൊക്കെ നിൽക്കണത്.
നാരങ്ങയില്ലടാ, ഓറഞ്ച് തന്നെ, വലിയ ഓറഞ്ച്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, പക്ഷെ ഭയങ്കര ബ്ലോക്ക്. ഒരു റൂട്ടിൽ കൂടെ പോയപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ വേറെ റൂട്ടിലോട്ട് വിട്ടു. ഇത് നിറയെ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലം, റോഡ് കുഞ്ഞു റോഡ്, അപ്പം അതിൻ്റേതായ ബ്ലോക്ക് ശരിക്കും ഉണ്ട്. ദേ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു എന്താണ് പറയുന്നത്, തൃശ്ശൂൽ വിസ്ത, റൈറ്റ്? തൃശ്ശൂൽ വിസ്ത എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് എൻ്റെ ഓണർ കേട്ടോ. ഒരു റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇവിടെ ഫുൾ ഒരു ഹിൽ സ്റ്റേഷനാണ്, ഫുൾ റിസോർട്ടുകളും കാര്യങ്ങളും ആണ്. എല്ലാ കുന്നിൻ്റെയും മലകളുടെയും മുകളിൽ റിസോർട്ടുകളാണ്. നമ്മളെന്താ ഒരു മലയ്ക്ക് മുകളിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ വ്യൂ കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 6:30 എത്തുമെന്ന് ആയിരുന്നു പ്ലാൻ. പക്ഷേ റോഡ് ഫുൾ ഹൈ റേഞ്ച് ആയിരുന്നു, കയറ്റം. ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട്. പിന്നെ ഫുൾ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് കയറിയൊക്കെ വന്നപ്പോൾ 7:30 മണിയായി. 7:30 മണിയായപ്പോൾ ലൈറ്റൊക്കെ പോയി. വ്യൂ ഒന്നും അറിയാൻ പാടില്ല. നാളെ വേണം ഈ വ്യൂ ഒക്കെ കാണിക്കാനായിട്ട്. നമുക്ക് മുകളിൽ വേണമെങ്കിൽ റൂം തരാമെന്ന് പറഞ്ഞു. മുകളിൽ കയറുന്ന പാട് കരുതി താഴെ റൂം മതി എന്ന് പറഞ്ഞു. താഴെ റൂമിൽ നിന്ന് നല്ല വ്യൂ ആട്ടോ. പക്ഷേ ഈ റോഡ് വരാൻ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടി. പുള്ളി ഒരു 2 months ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ റോഡൊക്കെ സെറ്റ് ആകുമെന്ന് പറഞ്ഞു. റോഡ് ഭയങ്കര നാരോ റോഡ്, അത് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള. പക്ഷേ ഓക്കെ, നമുക്ക് റൂം കാണാം. റൂം അതെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നാളെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം. ഇതാണ് നമ്മുടെ റൂം. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ റൂമിൽ. പിന്നെ എന്തൊരു പേര് പുള്ളി പറഞ്ഞല്ലോ, എന്താ പറയുക, ബ്ലോർന്ന് എന്തോ പറഞ്ഞു ഒക്കെ ഉണ്ട്. അത് എവിടെ നിന്നൊരു ബാൽക്കണി എന്നുള്ള വ്യൂ. വാവ്. നമ്മുടെ കാറ് ദേ തൊട്ട് താഴെ കിടപ്പുണ്ട്. പക്ഷെ വരുന്ന റോഡ് മാത്രമാണ് കുറച്ച് കഠിനമായി പോയി. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഫുഡ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആയ ശേഷം നമുക്ക് ഫുഡ് ഇവിടെ കഴിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ആ ബ്ലോക്കിൽ കിടന്നിട്ട് പിന്നെ എനിക്ക് വീഡിയോ, ഒരു ചായ പോലും ഈ സെക്കൻഡ് കുടിച്ചില്ല. പിന്നീട് ചായ കുടിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. വീഡിയോ എടുക്കാൻ ഫുൾ ലൈറ്റൊക്കെ പോയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയ ശേഷം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റൂം എടുക്കാനുള്ള കാര്യം, ഈ റിസോർട്ട് എടുക്കാനുള്ള കാര്യം ഇവിടെ നമ്മുടെ കാസർ ദേവി ടെമ്പിളിൽ മാത്രമേ പോകുന്നുള്ളൂ. പോയിട്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനാണ്. മൂന്നാറ് ഒക്കെ പോലെ, അതിനെക്കാട്ട് ഭയങ്കര രസം കേട്ടോ. പക്ഷെ അത് ശരിക്കും കാണാൻ പറ്റിയില്ല, നമ്മൾ ഇരുട്ടത്തായിപ്പോയി. 80 കിലോമീറ്റർ 2 മണിക്കൂർ എടുത്ത് നമ്മളിങ്ങനെ വരാനായിട്ട്, അത്രയും ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ എന്തായാലും നമുക്ക് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. റൂമിൽ വന്ന് കിടന്ന് വേദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എങ്ങും പോകുന്നതല്ല, പകരം റൂമിൽ കിടന്ന് മറിയാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എടുത്തത്. നല്ല 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 രസമുള്ള സ്ഥലം. വഴിയാണ് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ പുള്ളി ഒരു 6 months കഴിയുമ്പോൾ ഇവിടെ വേറെ റോഡ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ പണി നടക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇതുവഴിയേ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും കൊള്ളാം. ഇവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ, 1 മണിക്കൂർ യാത്രയുണ്ട് കാസർ ദേവി ടെമ്പിള്. ഇതിൻ്റെ വേറൊരു സൈഡാണ് ആൽമോറ. ഇതുവഴിയും ആൽമോറ പോവാം. എന്തായാലും കൊള്ളാം, സൂപ്പർ നൈസ്. മഞ്ഞില്ല കേട്ടോ, മഞ്ഞൊട്ടുമേ ഇല്ല. ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇരുട്ടി തുടങ്ങിയത്. ആ പ്രസൻറ്റേഷനൊക്കെ സോ ഗുഡ്. കൈ വാഷ് ചെയ്തത്. ഇത് പുതിയ റെസ്റ്റോറൻറ്റ് ഹോട്ടലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തിയും. ഓ തണുക്കണം, ഐസ് പോലെ ഇരിക്കുന്നു. വലിയ കത്തിയില്ല കേട്ടോ, ഫുഡിനൊന്നും വലിയ റേറ്റ് ഇല്ല. ഇത് കൊള്ളാം. ചില്ലി മയണൈസ്, അത് നമ്മുടെ മറ്റേ മയണൈസ്. മോമോസ് കൊള്ളാം. സോസ് വേണ്ട. रोटी बनाना, रोटी കൊള്ളാം. നൂഡിൽസ് ഒന്ന് കേട്ടോ, നൂഡിൽസ് കഴിച്ചു നോക്കട്ടെ. മോമോസ് കൊള്ളാം, ബെസ്റ്റ് നൂഡിൽസ്. ഇന്നലെ നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, അവിടുത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗോതമ്പ് മോമോസ് കഴിച്ചു, നല്ലതായിരുന്നു. മൈദ അത്ര പോരായിരുന്നു. നൂഡിൽസ് കൊള്ളാം. ടീ നിനക്കാണോ? വേണ്ട, എണ്ണം വേണ്ടില്ല. അപ്പോൾ ടീ. തണുപ്പ്
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. ഇവിടുത്തെ ഭംഗിയെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ടാറ്റാ, ബൈ.